ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ മറ്റൊരു ദിവസം. ഇന്ന് പ്രത്യേകിച്ച് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ, ഈ രണ്ട് കോമൺ ഡിസോർഡേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ന്യൂറോട്ടിക്കെന്നോ സൈക്കോട്ടിക്കെന്നോ നമുക്ക് പറയാം. ഈ ഡിസോർഡേഴ്സിൽ മൈൻഡ്ഫുൾനെസ് ഉപയോഗിച്ച്, മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ആശ്വാസത്തിലേക്ക് എത്തുന്നതെന്നാണ് ആന്റണി സാറിലൂടെ നമ്മൾ കേൾക്കുന്നത്. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു. ആൻഡ് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. സാർ പറഞ്ഞതുപോലെ ബ്രീത്തിങ് വഴി നമ്മൾക്ക് എങ്ങനെ പെട്ടെന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് കുറെ കാലമായിട്ട് നമ്മളിൽ ഉള്ളതായിട്ടുള്ള ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഒരു ബുദ്ധ സന്യാസിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, സ്വാമി അല്ലെങ്കിൽ ഗുരു, എനിക്ക് ഒരു വലിയ മഴ പെയ്തു അല്ലെങ്കിൽ ഒരു കാലവർഷത്തിന് ശേഷം പുഴ കുത്തി ഒഴുകി വരുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിലൂടെ വരുന്നത്. ചിന്തകൾ നിയന്ത്രണാതീതമായി വരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആ ബുദ്ധ സന്യാസി പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ആ യുവാവിനെയും കൂട്ടി ഒരു പുഴയിൽ ചെന്നിട്ട് ആ യുവാവിനെ ആ പുഴയുടെ തീരത്തിരുത്തിയിട്ട് അവന്റെ കഴുത്തിന് പിടിച്ച് ആ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര അസ്വസ്ഥയായി. അവൻ എടുത്തു ചാടി ഇതായി. കുറച്ച് അല്പസമയം കഴിഞ്ഞിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഗുരു പറഞ്ഞു, നിന്റെ ശരീരത്തിന് ശ്വാസം എങ്ങനെ ആവശ്യമുണ്ടോ അത് നിന്റെ മനസ്സിനും ആവശ്യമുണ്ടെന്ന്. ചില സെൻ ഗുരുക്കന്മാര് പലപ്പോഴും ശിഷ്യന്മാരോട് പെരുമാറുന്നതും അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ കരുണാർദ്രമായിട്ടുള്ള ഹൃദയമുള്ള ആ മനുഷ്യര് അല്ലെങ്കിൽ ഗുരുക്കന്മാര് ചിലപ്പോൾ ഒരുപക്ഷെ അവരോട് വളരെ ക്രൂരമായി പെരുമാറിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ടോക്കിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ബ്രീത്തിങ്ങിലൂടെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മളുടെ മൈൻഡ്ഫുൾ ബ്രീത്തിങ് വഴി നമ്മൾ അനുഭവിക്കുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാക്ക് മൈൻഡ്ഫുൾനെസ്സിൽ ഉപയോഗിക്കുക, അതായത് ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതുവഴി നമുക്കിത് മാറ്റി ആ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അവസാനത്തെ സ്ലൈഡിൽ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യെസ് ടു ദി പ്രസന്റ് മൊമെന്റ്, യെസ് ടു യുവർ ബ്രത്ത്, ബ്രീത്ത് മൈൻഡ്ഫുള്ളി അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്ന വിഷയങ്ങൾ ആ വാക്കിന്റെ അർത്ഥം, ഡെഫിനിഷൻ ഓഫ് വാട്ട് ഈസ് മൈൻഡ്ഫുൾ ബ്രീത്തിങ്, സയൻസ് ബിഹൈൻഡ് ദ ബ്രീത്തിങ് ചെറുതായിട്ട്, പിന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ദെൻ മൈൻഡ് ബോഡി കണക്ഷൻ എന്താണെന്നുള്ളത്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ്, ട്രയാങ്കിൾ ബ്രീത്തിങ്, 4-7-8 ബ്രീത്തിങ്, ഇങ്ങനെയുള്ള 4 ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് സയൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം എൻ്റെ വിഷയം അതല്ല. എനിക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട്, അതായത് നമ്മൾ ഏതായാലും ജനനം മുതൽ, ജനിക്കുന്ന ആ ദിവസം അല്ലെ ആ നിമിഷം മുതൽ നമ്മളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിമിഷം മുതൽ മരിക്കുന്നിടം വരെ ശ്വസിക്കുന്നുണ്ട്. അതൊരു ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾക്ക് അറിയാതെ തന്നെ ഉറക്കത്തിലും ഊണിലും എപ്പോഴും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു ശിശുവിന് പോലും ആ അമ്മയുടെ വയറ്റിലെ അല്ലെങ്കിൽ ആ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തന്നെ അസ്വസ്ഥത ആയിട്ടാണ്. കാരണം കാലാവസ്ഥ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള തന്നെത്താൻ ശ്വസിക്കണം, അതുപോലെയുള്ള സുരക്ഷിതത്വ കുറവ്, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവിടെ തൊട്ടേ സ്ട്രെസ്സിൻ്റെതായിട്ടുള്ള ചില
ഏറ്റവും ചെറിയ രീതിയിലുള്ളത് ഉണ്ടാകുന്നു, അതിനുശേഷമുള്ള നമ്മുടെ വളർച്ചയുടെ ഭാഗത്ത്. അപ്പോൾ നമ്മളുടെ ബ്രീത്തിങ്, മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് ആ സെൻസേഷനെ നമ്മൾ അറിയുന്നു, ആ റിഥം നമ്മൾ അറിയുന്നു, അതുപോലെ തന്നെ ആ പ്രസന്റ് മൊമെന്റിനെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മൾ അറിയുകയും അതിനെ നമ്മൾ ആ രീതിയിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. അതാണ് ശരിക്കും നമ്മൾ മൈൻഡ്ഫുൾ ബ്രീത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് എ ഡെലിബറേറ്റ് ആക്ഷൻ ഓർ അറ്റൻഷൻ, ഡൈവേർട്ടിങ് അവർ അറ്റൻഷൻ ടു ദി ബ്രത്ത് എന്നുള്ളത് ആണ്. ഓക്കെ, ദി സയൻസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് പല നമ്മളുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ശ്വസിക്കാം. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഉപയോഗിച്ച് ശ്വസിക്കുന്നത് ആരംഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. പക്ഷെ അതല്ല നമ്മളുടെ ശ്വസന രീതി എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് സ്ട്രെസ്ഫുൾ ആകുന്ന സമയത്ത്, എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഒരു അത്യാഹിതത്തെ നേരിടുന്ന സമയത്ത്, ഏതെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാകുമ്പോഴേക്കും നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഇതാണ്. കാരണം അലേർട്ട് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാകും. ഈവൻ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നുന്നു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം, മറ്റു പല കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരികയില്ല. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ മോഡിൽ വരുമ്പോഴാണ്, അതായത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ മെഡിറ്റേഷൻ, അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾ മെഡിറ്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരും. ചില ആളുകൾ ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു, വൈകുന്നേരമായ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ്, സുരക്ഷിതമാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ TV കണ്ടുകൊണ്ടിരുന്നാലും നിങ്ങൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരികയില്ല. കാരണം ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ കാണുന്ന ആ സീനുകൾ അനുസരിച്ച് നിങ്ങളുടെ ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ജഡ്ജ്മെന്റൽ മൈൻഡ് ഇരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷന്റെ ഇതിലേക്ക് വരാം. ദെൻ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ആണ്. ആക്ടിവേറ്റ്സ്, അതായത് നമ്മളുടെ ഡീപ്പായിട്ടുള്ള ആ മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നു? റെസ്റ്റോർ ബാലൻസ്. നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡി മൈൻഡ് ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അത് ഇറ്റ് ഇംപ്രൂവ്സ് our body mind body relationship, and then reduces symptoms of anxiety and depression എന്ന് നമുക്ക് പറയാം. അതാണ് അതിന്റെ മൈൻഡ്ഫുൾ ബ്രീത്തിങ് കൊണ്ടുണ്ടാകുന്നത്. കാരണം നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകുന്നു. ആ ബ്രീത്തിങ്ങിനെ കുറിച്ച് ആരംഭം തൊട്ട് അവസാനം വരെ നമ്മൾ അവെയർ ആകുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ആ സ്ട്രെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് സാധിക്കും. ദെൻ അടുത്തത് കീ ഫീച്ചേഴ്സ് ഓഫ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നമ്മൾ അവെയർനെസ് ഓഫ് ബ്രത്ത് ആണ്. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ആ ശ്വാസോച്ഛ്വാസത്തിൽ അവെയർ ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ല. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന നമ്മളുടെ ആങ്സൈറ്റി, അല്ലെങ്കിൽ മറ്റതുപോലുള്ള നമ്മളുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പാസ്റ്റിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളത് എല്ലാം വിട്ട് ആ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ വെള്ളമെടുത്ത് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഴുക്കുകൾ, മണ്ണ് ഇടുക, അല്ലെങ്കിൽ ഒരു പുഴ തന്നെ. ബുദ്ധിസത്തിൽ ബുദ്ധൻ പറയുന്ന ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. ഒരു കുളമോ അല്ലെങ്കിൽ ഒരു തടാകം അഴുക്ക് പിടിച്ച് അത് ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ ആ ഇതിൽ നിന്ന് അതിനെ ശാന്തമാകാൻ അനുവദിക്കുക. കുറെ സമയം, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തു വരും, അതിനെ ശാന്തമാകാൻ അനുവദിക്കുന്ന ഒന്നാണ് അവെയർനെസ് ഓഫ് ബ്രത്ത്. അടുത്തത് ഫോക്കസ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. നമ്മൾ ചെയ്യുന്ന, അതായത് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. പിന്നെ നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകുന്നു. നമ്മൾക്ക് ഫ്യൂച്ചറോ ഭാവിയോ ഭൂതമോ ഇല്ലാതെ നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ അതിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും.
ദെൻ അടുത്ത കീ ഫീച്ചർ എന്ന് പറയുന്നത് അത് ജെന്റിൽ ആൻഡ് റിതമിക് നാച്ചുറൽ ആയിരിക്കും. നമ്മളുടെ ആ ബ്രത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു നിശ്ചിത ലെവലിൽ 1, 2, 3, 4 അല്ലെങ്കിൽ 5 മുതൽ 8, 10 അങ്ങനെയുള്ള അതിൽ നമുക്ക് ഡീപ്പ് ബ്രത്ത് എടുക്കാം. അതിൽ അങ്ങനെ റിതമിക് ആയിട്ട് പോകുന്ന ആ ഒരു ബ്രത്ത് ആയിരിക്കും അത്. ജെന്റിൽ ആൻഡ് നാച്ചുറൽ ബ്രത്ത് ആയിരിക്കും. പെട്ടെന്ന് ഓടിക്കതയ്ക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പെട്ടെന്ന് പേടിപ്പിക്കുന്നൊന്നുണ്ടായി അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ശ്വാസോച്ഛ്വാസമല്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളതിലേക്ക് വരും. then we feel a sense of relaxation and calmness. നമുക്ക് കിട്ടും. അത് ഞാൻ ഉദാഹരണം പറഞ്ഞത് നമ്മൾ മെഡിറ്റേഷന്റെ സമയത്ത് ആകുമ്പോഴേക്കും അത് കാമായി കൂടുതൽ നമ്മളുടെ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിലേക്ക് വരും. അതുപോലെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ഹാർമണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. അടുത്ത കീ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ, അതായത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരുന്നു. അത് മാറ്റം വരുത്തുന്നു. അതായത് നമുക്ക് റിലാക്സ്ഡ് ആകാൻ നമുക്ക് കുറെ കൂടി നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് അഡാപ്റ്റബിലിറ്റി ആൻഡ് അക്സസബിലിറ്റി ആണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഒന്ന്, കാരണം നമ്മൾ കോൺഷ്യസ് ആകുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ദീർഘമായിട്ട് ശ്വസിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ, മറ്റേ മൃഗങ്ങൾക്കൊക്കെ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശ്വാസോച്ഛ്വാസം കുറച്ച് സമയത്തിന് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഹോമിയോസ്റ്റാസിസിലേക്ക് വന്ന് നോർമൽ ആയിട്ടുള്ള ബ്രത്തിലേക്ക് വരും. പിന്നെ മറ്റൊന്ന്, നമുക്ക് എന്താണ് നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് അക്സസിബിലിറ്റി ആണ്. എവിടെയാണെങ്കിലും ഇതിനൊന്നും ക്ഷാമമില്ല. ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ നേച്ചർ തന്നെ നമുക്ക് തരുന്നതാണ്. നമ്മുടെ ഈ എന്താണ് ബ്രത്ത്, അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നത്, അത് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ മറ്റുള്ളവർ അറിയാതെ തന്നെ നമ്മളുടെ ബ്രത്തിനെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ കീപ്പിംഗ് ദ ബോഡി അവയർനെസ്. കൂടുതൽ നമ്മളുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ശ്വാസോച്ഛ്വാസം ബോധപൂർവം എടുത്ത് വിടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ബോഡി അവയർനെസ്സിലേക്ക് വരാൻ സാധിക്കും. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഈ ഗ്രൂപ്പിൽ റിപ്പീറ്റ് ചെയ്ത ഒരു സെന്റൻസ് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് എവറി കോൺഷ്യസ് ബ്രത്ത് ഇൻക്രീസസ് അവർ കോൺഷ്യസ്നെസ് എന്ന് പറയും. അത് ഒരുപക്ഷെ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ബോധ്യമാകും. അതല്ലെങ്കിൽ ഞാനത് ഒരുപക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ടും കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന് ക്ലാരിറ്റി, കോൺസെൻട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദെൻ അടുത്തത് മൈൻഡ് ബോഡി കണക്ഷൻ ആണ്. നമ്മൾ ശരിക്കുള്ള നമ്മളുടെ ഈ ശ്വാസോച്ഛ്വാസം എന്താണ്, നമ്മളുടെ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ അത് കൂടുതൽ ദുരിതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ കൂടുതൽ സുഗമമാക്കുന്നു എന്ന് പറയാം. ദെൻ ഓക്സിജൻ സപ്ലൈ. ഓക്കെ, നമുക്കറിയാം നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു, നമ്മളുടെ ശരീരം കുറെ കൂടി പ്യൂരിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു. ഇതാണ് പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോസസ്സ്. പക്ഷേ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, നമുക്ക് അറിയാൻ പാടില്ലാത്ത 30 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരു ശ്വാസോച്ഛ്വാസത്തില് 30 കാര്യങ്ങൾ നമ്മൾ അറിയാത്തതാണത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലെന്നോ, പക്ഷെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ ഈ ക്ലാസ് ഒരുങ്ങുന്ന സമയത്താണ് 30 കാര്യങ്ങൾ നമ്മളുടെ ഒരേ സമയത്ത് നമ്മളുടെ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇത് ഡീടോക്സിഫിക്കേഷൻ ആണ്. അതായത് ഈ ടോക്സിഫിക്കേഷൻ, അല്ലെങ്കിൽ അത് ഡീടോക്സിഫൈ ചെയ്യുന്നതിന് സഹായിക്കും. അതിന്റെ ഒരു ഭാഗമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു എന്നുള്ളത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് അഴുക്കുകൾ, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കോശങ്ങളിലൊക്കെ ഉള്ളതെല്ലാം മാറ്റുന്നതിന് ഒത്തിരി സഹായിക്കും. ദെൻ അടുത്ത മൈൻഡ് ബോഡി കണക്ഷന്റെ ഒരു ഭാഗമാണ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ബ്രത്ത് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇതൊന്നും നമ്മൾ ഒരുപക്ഷെ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരികയില്ല. നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ഒരുപക്ഷെ പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് തരും. എന്തിനാണ്? നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. പക്ഷെ പലർക്കും അത് അറിയത്തില്ലാത്തത് കൊണ്ട് അവര് മരുന്ന് കഴിക്കുന്നു. ആ മരുന്ന് വേറെ ഏതെങ്കിലും നമ്മളുടെ ആന്തരിക അവയവങ്ങളെ
അഫക്റ്റ് ചെയ്യുന്നു, വീണ്ടും അത് പ്രശ്നമാകുന്നു, അല്ലെങ്കിൽ ഷുഗർ ഇതുപോലുള്ള ഏത് മരുന്ന് കഴിച്ചാലും അതിന് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകും നമ്മളുടെ ശരീരത്തിൽ തന്നെ. അടുത്തത് ശ്വാസോച്ഛ്വാസം വഴി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് കൂടുതൽ വർദ്ധിപ്പിക്കും. നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി നമ്മളുടെ ശരീരത്തിന് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ദെൻ അടുത്തത് സ്ട്രെസ് റിഡക്ഷൻ ആണ്. സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട് പലരും ഞാൻ പറഞ്ഞ പല രീതിയിലുള്ള മരുന്നുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ബ്രീത്തിങ്ങിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ബോധപൂർവം നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് റിഡക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നു, നോൺ ജഡ്ജ്മെന്റൽ ആകുന്നു, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കുറയുന്നു. അതെല്ലാം വളരെ ഈവൻ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ ബോഡിക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്നു. ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി. ദെൻ ഇമോഷണൽ റെഗുലേഷൻ. ഇമോഷണൽ റെഗുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ നമുക്കിപ്പം ആൻഷ്യസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള ആങ്സൈറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചുള്ള ദേഷ്യം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ഈ സമയത്ത് നമുക്ക് കുറയുന്നു. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പും ഈ വർഷം തന്നെ ഞാൻ കഴിഞ്ഞ 1 അല്ലെ 2 ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഒരു ബ്രെത്ത് എടുക്കുകയും ഒപ്പം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനും നമുക്ക് സാധിക്കില്ല. ഞാനത് ഇവിടെ ഈ ടോക്കിന്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന. ദാറ്റ് മീൻസ് ഇമോഷണൽ റെഗുലേഷൻ നമ്മളെ ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെയേറെ നമ്മൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രസീവ് ആയിട്ടുള്ള മെന്റൽ ചാറ്ററിങ്, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആ ചിന്തകൾ നമ്മൾക്ക് കുറയുന്നതനുസരിച്ച് നമ്മുടെ ആ ഇമോഷൻസിനെ നമ്മൾ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമ്മളുടെ മൈൻഡും ശരീരവും തമ്മിലുള്ള അത് റീകണക്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തമാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആ അവയർനെസ്, അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ആ അവയർനെസ് നമ്മൾ ആയിരിക്കുന്ന മൊമെന്റിനെ കുറിച്ച് വരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനും നമ്മളുടെ ശാരീരികമായ സുസ്ഥിതി, കൂടുതൽ ശാരീരികമായ സൗഖ്യം, അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും അത് ഉപകരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഈ അവയർനെസ് എന്ത് ചെയ്യുന്നു, ഓവറോൾ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ആ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള അതിനെ കുറയ്ക്കുന്നതിനും നമ്മൾക്കൊരു കുറെ സമയം കഴിയുമ്പോഴേക്കും, കുറെ കാലം കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ആരോഗ്യപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫുൾ ആയിട്ടുള്ള ഓവറോൾ വെൽ ബീയിങ് നമുക്ക് ലഭിക്കുന്നതിന് മൈൻഡ്ഫുൾ ബ്രീത്തിങ് സഹായിക്കും. അതിന്റെ കാരണം നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷനെ അത് കൂടുതൽ ശക്തമാക്കുന്നതുകൊണ്ടാണ്. മറ്റൊന്ന് അടുത്തത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിനെ കുറിച്ചാണ്. ഞാൻ 4 കാര്യങ്ങളാണ്, 4 തരത്തിലുള്ള ബ്രീത്തിങ്ങിനാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ എന്നാലും മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇപ്പം ഈ പടത്ത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു കൈ നമ്മളുടെ നെഞ്ചിൽ വെക്കുക, അടുത്തത് നമ്മളുടെ ഉദരത്തിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് കിടന്നുകൊണ്ട് ചെയ്യാം. ഇതിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാം, ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം. വെറുതെ ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ബ്രീത്ത് ഇൻ, നമ്മൾ ശ്വസിക്കുന്നു, ശ്വാസം അകത്തേക്ക് വലിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് എങ്ങനെയാണ് നമ്മുടെ അബ്ഡോമൻ എങ്ങനെയാണത് ഉയരുന്നതും താഴുന്നതും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നു. ദെൻ ഇത് എത്ര സെക്കൻഡ് വേണമെന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇതനുസരിച്ച് ചെയ്യാം. 3, 4, 5 സെക്കൻഡ് ബ്രീത്ത് ഇൻ. അതുപോലെ ഇത് ഇവിടെ നമ്മൾ ഈ സെന്നിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ പുക്കിളിന്റെ അവിടുന്ന് 2 വിരൽ താഴെയുള്ള ഹാര എന്ന് പറയുന്ന അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ചക്ര എന്ന് സെൻ പറയുന്നു. മറ്റുള്ള ചക്ര ഹീലിങ്ങിനെ കുറിച്ചൊന്നും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പം അവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻ മാസ്റ്റേഴ്സ് മെഡിറ്റേഷൻ പഠിക്കുന്നവരെ ഉപദേശിക്കാറുണ്ട്. ഇവിടെ നമ്മളുടെ ഉദരത്തിന്റെ ഉയർച്ചയും താഴ്ചയും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ബ്രീത്ത് ഇൻ, നമ്മുടെ ഉദരം വികസിച്ചു വരുന്നത് നമ്മൾ അറിയുന്നു. ദെൻ ബ്രീത്ത് ഔട്ട്, എക്സൈൽ സ്ലോലി ത്രൂ യുവർ നോസ്, ഫീലിംഗ് യുവർ അബ്ഡോമൻ ഫാൾ ആസ് ദി ഡയഫ്രം റിലാക്സസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ ശ്വാസം സാവധാനം എടുക്കുക, സാവധാനം വിടുക. ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന ആ ഉയർച്ചയെ നമ്മൾ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആകുന്നു, അവെയർ ആകുന്നു.
എന്നിട്ട് അത് ശ്വാസം വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഉദരം താഴുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു. അടുത്തത് ബോക്സ് ബ്രീത്തിങ് ആണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രീത്ത് ഇൻ സ്ലോലി. ഓക്കെ, എപ്പോഴും ശ്വാസം ഏതൊരു മെഡിറ്റേഷൻ രീതിയിലും അല്ലെങ്കിൽ ഏതൊരു മെഡിറ്റേഷൻ ടെക്നിക്കിലും ശ്വാസം ശാന്തമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഡീപ് ത്രൂലി യുവർ നോസ് ഫോർ എ കൗണ്ട് ഓഫ് 4. 1 2 3 4 അങ്ങനെയുള്ള ആ കൗണ്ടിൽ നമ്മൾ ശ്വാസം എടുക്കുക. ദെൻ ഹോൾഡ് ഇറ്റ് ഫോർ അനദർ 4 സെക്കൻഡ്. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 അത് അത്ര ആ 4 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക. ദെൻ എക്സൈൽ, എന്താണ് ശ്വാസം പുറത്തേക്ക് വിടുന്നു. അവിടെയും നമ്മൾ ഈ 1 2 3 4 സെക്കൻഡ് നമ്മൾ വിടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ഇറ്റ് അഗെയിൻ. ശ്വസിക്കാൻ വേണ്ടി ശ്വാസം എടുക്കുന്നതിന് വേണ്ടിയിട്ടും 4 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പോസ് ചെയ്യുന്നു. മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇൻഹെയിൽ 4 seconds, ഹോൾഡ് ഇറ്റ് ഫോർ 4 seconds, ആൻഡ് ദെൻ എക്സൈൽ ഇറ്റ് ഫോർ അനദർ 4 seconds, ഹോൾഡ്, വീണ്ടും ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളത് 4 seconds നമ്മൾ ചെയ്യുന്നു. വീണ്ടും ഇതിങ്ങനെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ട്രയാങ്കിൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് ബ്രീത്ത് ഇൻ സ്ലോലി ത്രൂ യുവർ നോസ് എ സെറ്റ് ഓഫ് കൗണ്ട് ഓഫ് 3 seconds. ഇനി നിങ്ങളിത് ഇന്റർനെറ്റിൽ നോക്കുകയോ അല്ലെങ്കിൽ വേറൊരു മൈൻഡ്ഫുൾനെസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ട്രയാങ്കിൾ ബ്രീത്തിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് കേൾക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞിരിക്കാം 4 സെക്കൻഡ് വേണമെന്ന്, അല്ലെങ്കിൽ 5 സെക്കൻഡ് വേണമെന്ന്. ഐ തിങ്ക് നോബഡി ഈസ് മേക്കിംഗ് എനി മിസ്റ്റേക്ക്. ഓക്കെ, ഞാനും ഇവിടെ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ സെർച്ച് ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും പല തരത്തിലുള്ള ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതാകുക. 3 സെക്കൻഡ് എടുക്കാം. അതിനുശേഷം നിങ്ങൾ ഹോൾഡ് യുവർ ബ്രത്ത് ഫോർ ദി സെയിം കൗണ്ട്. അതായത് 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതുപോലെ ശ്വാസം വിടുമ്പോൾ 3 സെക്കൻഡ്. ഇവിടെ നമ്മൾ ശ്വാസം വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അടുത്ത ബ്രത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു ബ്രത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബ്രത്തിലേക്ക് പോകുന്നു. പക്ഷെ 3 സെക്കൻഡ് വീതമുള്ള ആ ഒരു എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് 4 7 8 ബ്രീത്തിങ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻഹെയിൽ 4 സെക്കൻഡ്സ് നമ്മളുടെ മൂക്കിലൂടെ തന്നെ നമ്മൾ ശ്വസിക്കുന്നു. സ്ലോലി 4 സെക്കൻഡ് എമൗണ്ട്. അതായത് ഓക്കെ, നിങ്ങൾക്കറിയാം 1 2 3 അങ്ങനെ ആ രീതിയിൽ ഇൻഹെയിൽ ചെയ്യുക. ഹോൾഡ് ദി ബ്രത്ത്, അത് 7 സെക്കൻഡ് നമ്മൾ ചെയ്യുക. ഇത് ഇന്ന് നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് 4 7 8 ബ്രീത്തിങ് ആണ്. അപ്പൊ ആ സമയത്ത് ഈ ചിലർക്ക് അല്ലെങ്കിൽ ആരംഭകർക്ക് പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനും പിന്നെ അത് 8 സെക്കൻഡ് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്, കാരണം പരിചയമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആരംഭകർക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നത്, എനിവേ നമുക്ക് ശ്വസിക്കുന്നത് 4 സെക്കൻഡ് നമുക്ക് ശ്വസിക്കാം. ഇനി ഇത് 7 സെക്കൻഡ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മൂക്ക് അടച്ചു പിടിക്കാം. ഓക്കെ, ഇന്നത്തെ എക്സസൈസിന്റെ സമയത്ത് അത് എളുപ്പത്തിന് വേണ്ടിയാണ്. അത് അങ്ങനെ 7 സെക്കൻഡ് മൂക്ക് അടച്ചു പിടിച്ചിട്ട് ദെൻ 8 സെക്കൻഡ്, ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അതാണ് 7 സെക്കൻഡ് ബ്രീത്ത് ഇൻ, 7 സെക്കൻഡ് ഹോൾഡിങ് ആൻഡ് 8 സെക്കൻഡ് ബ്രീത്തിങ് ഔട്ട് എക്സലേഷൻ. ഇതാണ് 4 7 8 ബ്രീത്തിങ്ങിൻ്റെത്. ഓക്കെ, ദെൻ വെൻ ടു യൂസ് ദിസ് ടെക്നിക്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ കൂടുതൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബിഫോർ സ്ട്രെസ്ഫുൾ ഇവന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ എന്തെങ്കിലും യാത്രയ്ക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടി പോവുകയായിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ ഇങ്ങനെ അനസ്തേഷ്യ കിട്ടാൻ വേണ്ടി നിങ്ങൾ കിടക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് മുൻപ്, ഈ ക്ലാസ്സിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ CBSE എന്താണ് മോഡൽ എക്സാം നടക്കുകയാണെന്ന്.
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞേ. അത് ഭയങ്കര സ്ട്രെസ്സാണ്, പഠിക്കുന്നതൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സാബു സാറാണെങ്കിൽ അതിനു വേണ്ടി പ്രത്യേക ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും ആരും വരുന്നില്ല. ഞാനും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാരമില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളോട് 4-7-8 ബ്രീത്തിങ് എടുക്കാനൊക്കെ അവരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. കാരണം കതിരെ വളം വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. കുട്ടിക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേർന്നു. പരീക്ഷ വിജയിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ബിഫോർ സ്ട്രെസ്ഫുൾ ആൻഡ് ദെൻ അടുത്തത് ഡ്യൂറിങ് മെഡിറ്റേഷൻ ഓർ യോഗ പ്രാക്ടീസ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ എങ്ങനെ സോൺ അങ്ങനെയാണല്ലോ, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നതാണല്ലോ. പക്ഷെ നമുക്കത് ഈ ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം ടു കാം അവർ ആൻസൈറ്റി ഓർ നെർവസ്. നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ആൻസൈറ്റിയെയോ അല്ലെങ്കിൽ ആ നെർവസ്നെസ്സിനെയോ നമ്മളൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ദിവസത്തിൽ പല പ്രാവശ്യം ഉപയോഗിക്കാം. ഓക്കെ, ദെൻ അടുത്തത് ജെന്റിൽ വേ ടു പ്രിപ്പയർ ഫോർ ബോഡി സ്ലീപ്പ്. ഇവിടെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ചില ആളുകൾക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ഉറക്കത്തിന് തടസ്സമുണ്ടാകും. അത് ചില ആളുകളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ഉദാഹരണമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്, ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ പോകുന്നത് അസ്വസ്ഥത ഉണ്ടാകും. പ്രത്യേകിച്ച് നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ ചിലർ എക്സസൈസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ ചിലർ ഉറങ്ങും, ചിലർ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ മെഡിറ്റേഷന്റെ ഇതിലേക്ക് വരുമ്പോഴും ചില ആളുകൾക്ക് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, അത് ശ്രദ്ധിക്കുക. ദെൻ ബെനഫിറ്റ്സ്. നമ്മളെപ്പോഴും ഈ സെയിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആളുകൾ അട്രാക്റ്റഡ് ആയിട്ട് പോവുകയല്ലേ, ഓണം സെയിൽ അല്ലെങ്കിൽ ക്രിസ്മസ് സെയിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്നിടത്ത്. അപ്പൊ ഇവിടെ ഉള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നാൽ ടേക്ക് 1 ആൻഡ് ഗെറ്റ് 10 ഫ്രീ എന്നാണ് ഉള്ളതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക ഒന്നാണ്. ടേക്ക് 1 ബ്രത്ത് ആൻഡ് ദെൻ ഗെറ്റ് 10 ബെനഫിറ്റ്സ്. ഒന്നാമത്തത് ബെനഫിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസസ് സ്ട്രെസ്. നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് സഹായിക്കും. ദെൻ അടുത്തത് ഇംപ്രൂവ്സ് ഫോക്കസ്, ക്ലാരിറ്റി ഓഫ് തോട്ട്, ക്ലാരിറ്റി ഓഫ് നമ്മുടെ ഇതിനെ കുറിച്ച് നമ്മുടെ പെർസെപ്ഷൻ, അതിനെല്ലാം സഹായിക്കും. മൂന്നാമത്തത് എൻഹാൻസസ് ഇമോഷണൽ റെഗുലേഷൻ. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്ങനെയാണ് ഇമോഷൻസിനെ അത് റെഗുലേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും വറീഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇപ്പം 20 മിനിറ്റ് ആണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നെങ്കിൽ ആ 20 മിനിറ്റ്, ദാറ്റ് മീൻസ് അത്രയും നമ്മൾ കോൺഷ്യസ് ആകുന്നു. പിന്നീട് ഇത് ചില ആളുകൾ പറയല്ലേ, ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചിലർക്ക് ആ ട്രെയിനിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും, അല്ലെ വള്ളത്തെ പോയാലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. എനിവേ ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് ഒരു ട്രെയിനിങ് ആണ്, ലേണിംഗ് ആണ്. എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ മെഡിറ്റേഷൻ റെഗുലർ ആയിട്ട് ചെയ്യുകയും നമുക്ക് ആ ഇത് കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നീടുള്ള നമ്മളുടെ ആക്ടിവിറ്റീസിൽ ഈ മെഡിറ്റേഷന്റെ ആ ഒരു മൂഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു റിഥം, എസ്പെഷ്യലി റിഥം ഓഫ് ബ്രീത്തിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് മറ്റ് ആത്മീയമായിട്ടുള്ള ചടങ്ങുകളെക്കാൾ, അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ മതവിശ്വാസികളാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി ചെയ്യും. എന്താണ്, നമ്മൾ ചില റിച്വൽസ് ആണ് ചെയ്യുന്നത്. അതും ഇതും തമ്മിലുള്ള മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് നമ്മളെപ്പോഴും നമ്മളെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ രാവിലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് വരും. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് മനസ്സ് ശാന്തമാകും. നമ്മളുടെ സംസാരങ്ങളില്, പെരുമാറ്റങ്ങളില്, അതുപോലെ തന്നെ ചിന്തകളില്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇത് നമ്മളെ റെഗുലേറ്റ് ചെയ്യും. സപ്പോസ് ഫിസിക്കൽ ഹെൽത്ത്, ഓഫ് കോഴ്സ് നമ്മളുടെ ഈ മൈൻഡ്ഫുൾനെസ് ഒക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ശരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ ശ്വസിക്കുന്നത് അവരുടെ ലങ്സിന്റെ ആ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിച്ചിട്ടല്ല. ലങ്സിലേക്ക് അല്പം എയർ പോകുന്നുണ്ടെന്നുള്ളൂ. പലപ്പോഴും നമ്മളുടെ ഉദരത്തിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. കാരണം 1-2 സെക്കൻഡ് ഉള്ള നമ്മളുടെ ആ ശ്വാസോച്ഛ്വാസത്തിൽ ആ എയർ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ലങ്സിലേക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് അതിനെ കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ ആയുസ് കുറയുന്നുണ്ട്.
So supports the physical health. Then boost mental health, of course. കാരണം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നു, മൈൻഡ് ബോഡി ആ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകുന്നു, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ പുനർജീവിപ്പിക്കുകയും ചെയ്യുമ്പോഴേക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമുക്ക് കിട്ടുന്നു. പ്രൊമോട്ട്സ് ബെറ്റർ സ്ലീപ്പ്. ഓക്കെ, നമ്മുടെ ഉറക്കത്തിന് അത് സഹായിക്കും. എൻഹാൻസസ് സെൽഫ് അവയർനെസ്. കൂടുതൽ നമ്മൾ അവയർനെസ് നമുക്ക് കിട്ടും, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. പ്രവൃത്തികളുടെ കൈകൊണ്ടും കാലുകൊണ്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല ഉള്ളത്, നമ്മളുടെ മെന്റൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ സെൽഫ് അവയർനെസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. സ്ട്രെങ്തൻസ് റെസീലിയൻസ്. നമുക്ക് ഹോമിയോസ്റ്റാസിസ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ റെസീലിയൻസിലേക്ക് കൂടുതൽ ശാന്തത, വൈകാരികമായിട്ടുള്ളത്, അതുപോലെ മാനസികമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ള ആ കൂടുതൽ എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് റെസീലിയൻസ് എന്നുള്ളതിന് ഞാൻ ഉപയോഗിച്ച വാക്ക് പ്രശാന്തത എന്നുള്ള വാക്കാണ്. വേറെ പല വാക്കുകൾ ഉണ്ടാകും നിങ്ങൾക്ക്, അത് ഞാൻ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന വാക്ക് പ്രശാന്തത എന്നാണ്. നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ വൈകാരിക തലങ്ങളെല്ലാം ശാന്തമാകുന്നത്. അടുത്തത് കൾട്ടിവേറ്റ്സ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ്ഫുൾനെസിന്റെ ഭാഗം മാത്രമല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആകുക ആൻഡ് കണ്ടന്റ്മെന്റ്. ഓക്കെ, നമ്മൾ കൃതജ്ഞതയുള്ളവരാകുന്നു, ഒപ്പം നമ്മൾ സന്തോഷമുള്ളവരാകുന്നു, സംതൃപ്തിയുള്ളവരാകുന്നു. അതും ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന്റെ ഒരു ഭാഗമാണ്. ദെൻ പ്രൊമോട്ട്സ് ഓവറോൾ വെൽബീയിങ്. ഓക്കെ, എല്ലാ വിധത്തിലുള്ള മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ആ വെൽബീയിങ് അല്ലെങ്കിൽ ആ സുസ്ഥിതി നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും സാർ പറയുന്ന പോലെ ഒരു 1 in 10 ബെനിഫിറ്റ് ഉള്ള ഒരു സ്കീമാണ് ഇന്ന് സാറ് കൃത്യമായിട്ട് പറഞ്ഞത്. ഒരു ബ്രീത്തിങ്ങിൻ്റെ എഫക്റ്റിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒത്തിരി, പ്രത്യേകിച്ച് അത് ഡിപ്രഷൻ, അതുപോലെ തന്നെ ആങ്സൈറ്റി, അതിൻ്റെ തലങ്ങളെ വളരെ കൃത്യമായി ബോധപൂർവം അല്ലെ മൈൻഡ്ഫുൾനെസ്സിലൂടെ അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ തളർന്ന് കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഒരു ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് പോലും ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി കൃത്യമായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശ്വാസത്തെ കൃത്യമായിട്ട് അറിയുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ചാണ് സാർ കൃത്യമായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്കൊരു മെഡിറ്റേഷൻ പാർട്ടുണ്ട്. എന്തെങ്കിലും ഇതിനോട് ചേർന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. എനിബഡി എൽസ്? സാറേ ചോദിച്ചോട്ടെ. സാറേ, ഈ ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞല്ലോ സാറേ, അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ സാറേ? ബോക്സ് ബ്രീത്തിങ് രണ്ടാമത്തെ 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത്തത്. ഓക്കെ, ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബോക്സ്, ഒരു ബോക്സിന് എത്ര എന്താണ് 4 വശമുണ്ട്. യെസ്, അത് ഓർത്താൽ മതി. അതായത് 4 സെക്കൻഡ് ബ്രീത്ത് ഇൻ, 4 സെക്കൻഡ് ഹോൾഡ്, then 4 സെക്കൻഡ് ബ്രീത്ത് ഔട്ട്, ആൻഡ് then again hold for another 4 seconds to breathe in. Okay? ട്രയാങ്കിൾ ആകുമ്പോൾ അവസാനം ചെയ്യുന്നില്ല, അവസാനത്തെ ഹോൾഡ് ഇല്ല. ട്രയാങ്കിൾ ആകുമ്പോൾ അല്ലെ? ഇല്ല. ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകുന്നു. Breathe in 4 seconds, hold it for another 4 seconds, breathe out for another 4 seconds, then hold again, wait, hold for breathe in another 4 seconds. So 4 വീണ്ടും ശ്വാസം എടുക്കാനായിട്ട് നമ്മൾ 4 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അല്ലേ സാർ? വെയിറ്റ് ചെയ്യണം. യെസ്. അതൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലങ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് മൈൻഡ്ഫുൾനെസിന്റെ അല്ല, ഞാൻ പറഞ്ഞ ഫിസിക്കലായിട്ട്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ലങ്സ് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ പോവുക, ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴേക്കും അവര് ഈ ബ്രീത്ത് ഇൻ, അത് അവര് പുറത്തൊരാൾ നിൽക്കും, നമ്മളെ ഒരു ഗ്ലാസ് ഇതിനകത്ത് ക്യാബിനറ്റിനകത്ത് കയറ്റിയിട്ട് ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് ശ്വാസം വലിക്കാൻ പറയാം. എന്നിട്ട് പിന്നെ അവർ കൈ ഇങ്ങനെ കാണിക്കും, ഹോൾഡ് ആൻഡ് ദെൻ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം വിടാനൊക്കെ. അതൊക്കെ നമ്മുടെ ലങ്സിന്റെ ആ കപ്പാസിറ്റി ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ എനിവേ, അത് ലങ്സിനും വളരെ നല്ലതാണ്, മനസ്സിനും നല്ലതാണ്.
ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ. ഓക്കെ, വേറെ ആർക്കും ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്കഷൻ പിന്നെ ആക്കാം. ഇപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക്. സാറേ, ഇത് കോപ്പിറൈറ്റ് ഉള്ള വീഡിയോ ആണ്. അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞു കഴിയുമ്പം സാബു സാറിനും അതുപോലെ എനിക്ക് ആക്സസ് ഉള്ള ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പൊ സാർ ഇപ്പം അത് ആ റെക്കോർഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ല സാറേ, കിടന്നോട്ടെ, ഞാനത് കട്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഒരു സെക്കൻഡ് എടുക്കും, കാരണം ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം ഇന്ന്. യാ ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കുകയാണ് കേട്ടോ, ഒരു സെക്കൻഡ്. എടുത്തു. എല്ലാവരും ബോക്സ് ബ്രീത്തിങ് ചെയ്യാം. യെസ് പ്ലീസ്. ഓക്കെ. സാർ പറയണ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാമെന്ന്. Go ahead and make yourself comfortable. കേൾക്കാമോ സാറേ? കേൾക്കാം. You'll കേൾക്കാം. inhale through your nose for a count ഒരു of 4. സെക്കൻഡ്. ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. ഇത് 20 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഇത് ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും. ആർക്കെങ്കിലും കിട്ടാതെ വന്നാൽ എന്റെ നമ്പർ അറിയാമെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ സാബ് സാറിനോട് ചോദിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഒരു ഇത് മാത്രമേ എനിക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞു മൈൻഡ്ഫുൾ ബ്രീത്തിങ് എപ്പോഴും നമ്മളുടെ മൂക്കിലൂടെ മാത്രമായിരിക്കും, വായിലൂടെ അല്ല. ഇപ്പൊ ഇതിനകത്ത് അവർ പറയുന്നത് നമ്മൾ മൂക്കിലൂടെ എടുത്ത് വായിലൂടെ നിശ്വസിക്കാനാണ് പറയുന്നത്. അത് ഇപ്പൊ ആരംഭത്തിൽ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മൂക്കിലൂടെ തന്നെ വിടാനൊക്കെ പ്രയാസമായിരിക്കും. കാരണം ഇന്നലെ ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ എടുത്തപ്പം അവർ പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടാണ്, അവര് വായിൽ കൂടി നിശ്വസിച്ചു എന്ന് പറയുന്നു, വായിലൂടെ ശ്വാസം വിട്ടു എന്ന് പറയുന്നുണ്ട്. ഒന്നും എന്താ പറയുന്നത്, നമ്മൾ ഇത്ര സ്ട്രിക്റ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഇപ്പം ഇങ്ങനെ 1ാം ക്ലാസ്സിലെ ടീച്ചറിനെ പോലെ അല്ലല്ലോ നമ്മൾ എന്തെങ്കിലും മൈൻഡ്ഫുൾനെസ്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. സോ ടേക്ക് ഇറ്റ് ഈസി. സോ യു കനോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. അതൊരു സെന്റിന്റെ സേയിങ് ആണ്. നോബഡി ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക് ഇൻ സെൻ എന്ന് പറയുന്ന പോലെ നോബഡി ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക് ഇൻ മൈൻഡ്ഫുൾനെസ്. പക്ഷേ അത് കൃത്യമായിട്ട് പറയുക. പിന്നെ ഓരോരുത്തർക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള ഇത് അനുസരിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ആനുകൂല്യം കൂടി ഞാൻ ഇന്ന് തരുന്നു. ഇന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ബെഡ്റൂമിൽ പോയി കിടന്നുകൊണ്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷെ ഉറക്കം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. ഓക്കെ, വി സ്റ്റാർട്ട് നൗ. ഓക്കെ, ബൈ. Go ahead and make yourself comfortable. You'll inhale through your nose for a count of 4. Hold the breath for a count of 7. And exhale through your mouth for a count of 8. Okay. Inhale 1, 2, 3, 4. Hold 2, 3, 4, 5, 6, 7. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4. Hold 2, 3, 4, 5, 6, 7. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4. Hold 2, 3, 4, 5, 6, 7. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4. Hold 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4. Hold 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4, 5, 6, 7, 8. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4, 5, 6, 7, 8. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4, 5, 6, 7, 8. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4, 5, 6, 7, 8. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4, 5, 6, 7, 8. Exhale 2, 3, 4, 5, 6, 7, 8. Inhale 2, 3, 4, 5, 6, 7, 8. Ex
2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale,
2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3, 4. Hold, 2, 3, 4, 5, 6, 7. Exhale, 2, 3, 4, 5, 6, 7, 8. Inhale, 2, 3,
4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2,
3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6,
7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. Inhale. 2, 3, 4. Hold. 2, 3, 4, 5, 6, 7. Exhale. 2, 3, 4, 5, 6, 7, 8. In Okay. Good evening. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്ര സമയത്ത് ആ, ഓട്ടം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ റിതമിക്, എനിക്ക് yes. എന്നെ സംബന്ധിച്ചോളം വയറ്റില് കൈ ഒന്ന് വെച്ച് കഴിയുമ്പോഴാണ് അത് കറക്റ്റ് റിതമിക് ആയത്. അല്ലാതെ അതുവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. യെസ് മീനാക്ഷി മാം Okay. പറയും. ആന്റണിജി, ഗുഡ് ഈവനിങ്. Good evening. ഇനീഷ്യലി അത് ചെയ്യുമ്പം ശ്വാസം എനിക്ക് 4 വരെ ഒന്നും ഇൻഹെയിൽ ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല. പിന്നെ Yes. ഹോൾഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ എക്സൈൽ ചെയ്യുമ്പോൾ മുഖം എല്ലാം ഇങ്ങനെ ചൂട് ഫീൽ ചെയ്യാം. എക്സൈൽ ചെയ്യുമ്പോൾ മുഖം ഫുൾ, അത് ലാസ്റ്റ് വരയ്ക്കും എനിക്ക് അങ്ങനെ തന്നെയാ ഫീൽ ചെയ്തത്. എക്സൈൽ ചെയ്യുമ്പോൾ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന പോലെ ഉള്ള ഫീലിംഗ് എനിക്ക് മുഖത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ബ്രീതിങ് ആദ്യത്തേലും ബെറ്റർ ആയി ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ബ്രീത് ഇൻ എനിക്ക് 4 കൗണ്ട് വരെ അത്രയും ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഹോൾഡ് ചെയ്യാനും എക്സൈൽ ചെയ്യാനും ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര പുതിയൊരു എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ക്ലാസ് വളരെ നല്ലതായിരുന്നു. അതിൽ നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയാ, അത് ഏതെല്ലാം ലെവലിൽ, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത്യാദി കാര്യങ്ങളിൽ വരെ അത് ഇത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളതൊരു പുതിയ അറിവാണ്. അപ്പൊ അത് ഒരുപാട് താങ്ക്സ്, ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് സ്ഥിരമായി തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. Thank you. Yeah. ഓക്കെ, റോയ് സർ.
റോയ് സാർ പറയുന്നതിന് മുമ്പ് ഇത് അമേരിക്കയിൽ അരിസോണ യൂണിവേഴ്സിറ്റിയിലുള്ള ഡോക്ടർ ആൻഡ്രൂ വൈൽ എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്ത് പോപ്പുലറൈസ് ചെയ്തത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഞാൻ ഇപ്പൊ മീനാക്ഷി പറഞ്ഞതുപോലെ 4 സെക്കൻഡ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് നോർമലി പീപ്പിൾ ഹാവ് എ ഷാലോ ബ്രത്ത് ആണ് അവരുടേത്. അപ്പൊ അത് അവരറിയുന്നത് തന്നെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു 4 സെക്കൻഡ് നമ്മൾ ശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇല്ല. അത് നല്ലതാണ് 4 5 അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് ബ്രീത്തിങ് എപ്പോഴും കോൺഷ്യസ് ആയിട്ട് ഡീപ്പായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. 6 to 12 ടൈംസ് എ മിനിറ്റ് പെർ മിനിറ്റ് ഈസ് വെരി വെരി ഗുഡ്. അതാണ് നമ്മുടെ ഏറ്റവും നല്ല റിലാക്സ് ബോഡി മൈൻഡ് കണക്ഷൻ കിട്ടുന്നതിനൊക്കെ നല്ല എന്താണ് ഐഡിയൽ ആയിട്ടുള്ള ഇത്. അതിൽ കൂടുതൽ പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. 20-30 ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഡിപ്പെൻസ് ഓൺ അവർ ആയുസ് അല്ലെ ആയുസ് കൂട്ടിത്തരുന്ന ആയുസ് ഒരു കൂടും പ്രോസസ്സാണ്. ആയുസ് കൂടും. ആമയല്ലേ ഏറ്റവും കൂടുതൽ ആയുസുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മളുടെ ഇമോഷണൽ അതുപോലെ ഫിസിക്കൽ ഇപ്പം എന്തെങ്കിലും ബ്രോങ്കൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ജലദോഷം അല്ലെങ്കിൽ മറ്റ് ചില ഫിസിക്കലായിട്ട് ചിലപ്പോൾ ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഉള്ളവര് അതുപോലെ ആങ്സൈറ്റി കൂടിയുള്ള ആൾക്കാര് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം വലിച്ച് വിടുന്ന സ്വഭാവമായിരിക്കും. എനിവേ താങ്ക് യു. റോയ് സാറേ പറഞ്ഞോളൂ. സാറേ എനിക്ക് ഈ 4 7 കഴിയും 8 മുമ്പേ എക്സോഷൻ പൂർത്തിയായി അടുത്ത് പിടിക്കേണ്ടി വരും. അത് അവസാനം വരെ നോക്കി പറ്റത്തില്ല. കാരണം 8 മിനിറ്റ് വേണ്ട ഉച്ഛ്വാസത്തിന്. അതിനു മുമ്പേ തീർന്നു പോയി അടുത്ത് പിടിക്കേണ്ടി വരും. എൻഗേജ് ചെയ്യേണ്ടി വരും. അത് പറ്റുന്നില്ല. സാർ ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നേ, അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാനിത് അയച്ചു തരാം കേട്ടോ. ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഈ വയറ്റില് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് പോകത്തില്ല. നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പോകത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ സ്വല്പം കൂടെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നടക്കുന്നു സാറേ. പക്ഷെ അത് ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് റിലീസ് ചെയ്യുന്നത് ഒറ്റയടിക്കാൻ പോകും അല്ലേ? 8 മിനിറ്റ് വരെ കിട്ടണില്ല. അതിനു മുമ്പേ തീരും. അത് രണ്ടാമത്. അപ്പൊ അതേ ഉള്ളു. കൈയൊക്കെ പിടിച്ചു നോക്കിയേ, പക്ഷെ രക്ഷയില്ല. അത് കഴിഞ്ഞ് അടുത്ത് എടുത്തു. അപ്പൊ അങ്ങനെ ഇത് വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇതിലേക്ക് ആയി വരുന്നുണ്ട്. വേറെ ഒക്കെ ഇതിൽ തന്നെ ആകും. അതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട്. ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബലൂൺ പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു പൈപ്പിലൂടെ ഊതി അതിന്റെ 3 ബലൂൺ ഏറ്റവും ടോപ്പിൽ ഉയർത്തി നിർത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. മാക്സിമം പ്രഷർ എടുത്ത് സാറേ അത് തെറ്റുപറ്റി. അത് ഊതുമല്ല, നമ്മള് വലിക്കുവാണ്. ഇത് തന്നെ എനിക്ക് പറ്റി. എനിക്ക് ഇതുപോലെ തന്നെ ലെഗ് ഷോറിൽ വെച്ചൊരു ഇതുണ്ട്. അപ്പൊ ഊതിക്കോ, രാവിലെ ഊതി വൈകുന്നേരം ഊതിക്കോളാൻ പറഞ്ഞു. ഊതിയില്ലെന്ന് ചോദിച്ചു. ഊതി എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് സ്റ്റേറ്റ്സിലെ സ്വിസ് തെറാപ്പിസ്റ്റാ. പുള്ളി ഇതൊക്കെ ഇവിടെ ഉണ്ടോ, അത്രയ്ക്ക് മോഡേൺ ആണുള്ള സംഗതി, ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഊതി പറയാ, ഊതുമല്ല വേണ്ടേ, സഖ്യാണ്, വലിക്കണം, ഇത് പൊങ്ങി നിൽക്കുക. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എഴുതി വെച്ചു, നിങ്ങളെ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാ യൂസ് ചെയ്യണെന്നുള്ളത് ഈ സ്റ്റാഫിനെ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു ഇൻസിഡന്റിലാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും വലിച്ചോ ഊതിയോന്നാ ചോദിച്ചു. ഊതിയോന്ന് ചോദിച്ചു. ഊതി അരിപ്പൻ ഊതുന്നു. ഭയങ്കര സ്ട്രെസ്സാണ് അത് ഉപയോഗിക്കുമ്പോൾ. നമ്മുടെ ആ ഇൻഹേൽ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതെ, ലങ്സിന്റെ ആ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ആ സാധനം. അപ്പൊ കാശ് കൊടുത്ത് മേടിച്ചു. അത് കഴിയുമ്പോ ഊതിക്കോളാൻ പറയും. ഊതിയില്ലേ? ഊതി. അപ്പൊ ഊതാനെല്ലാം വലിയ ഊതുകല്ല, ശരിക്കും വലിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അത് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു, റെഡി 1 2 3 പോരട്ടെ എന്ന് മോട്ടിവേറ്റ് ചെയ്യുക പുള്ളിക്കാരത്തി നിന്നേ. അപ്പൊ മോട്ടിവേറ്റ് ചെയ്ത് ഇത് പൊക്കി നിർത്താൻ പറ്റി അടുത്ത പ്രാവശ്യം വന്നിട്ട് അങ്ങനെ അവസാനം അതേ കൊണ്ട് പറ്റിക്കുന്നുണ്ട്. ഇവരങ്ങനെയല്ല, ഊതിയൊന്ന് ചോദിക്കുന്നു. ഊതി അത് മതി, ഊതിക്കോളം കിട്ടുമെന്ന് പറയാം. അത്രേ ഉള്ളൂ. സാറ് പറഞ്ഞു. സാറേ, രമേശ് സാറേ, എനിക്കും മറ്റേ മീനാക്ഷി മാഡം പറഞ്ഞ പോലെ ഞാൻ ഓർത്ത് ഈ 4 സെക്കൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ 3 ആകുന്നതിന് മുമ്പ് തന്നെ അത് ക്ലോസ് ആകുക. പിന്നെ കുറച്ചുകൂടെ കയറ്റിയില്ല, നിക്കർ വലിച്ച് മുകളിലോട്ട് ഇടുന്നെന്ന് പറഞ്ഞ പോലെ മുകളിലോട്ട് ശ്വാസം എടുക്കാൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ എന്തായാലും അവസാനമൊക്കെ ആയപ്പോ ഏകദേശം ഒരു 3 കടന്ന് കിട്ടിയെന്ന് പറയാം. അത്രേ ഉള്ളൂ. അല്ലാതെ 4 വരെ ഇൻഹെയിൽ ചെയ്യാൻ പറ്റിയില്ല.
ബാക്കി Okay. ഹോൾഡ് ചെയ്യുന്നത് ഒരു 9 സെക്കൻഡ് വരെ വേണമെങ്കിലും ഇതിന്റെ ബാക്കി അതിന് കൊടുത്തു. ഹോൾഡ് ചെയ്തു. അങ്ങനെ എന്തായാലും അതിന്റെ കൂടെ തന്നെ പോകാൻ പറ്റി. നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ എത്താനായിട്ടേ. അപ്പൊ ഇങ്ങനെ ഒരു Yes. ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തിട്ടില്ലല്ലോ സാറേ, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, പലർക്കും മനസ്സിലായി നമ്മളുടെ ശ്വാസം ഷാലോവാണ്. അതുപോലെ തന്നെ നമ്മൾ 4 സെക്കൻഡ് പോലും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പല അവയർനെസ്സും ഇല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്വാസോച്ഛ്വാസത്തിന് ഒരു വലിയൊരു പങ്കുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പലർക്കും മനസ്സിലായി. അതെ അതെ ഓക്കെ. അതെ സാറേ, അതെ സാറേ. Okay, താങ്ക് യു സാർ. then Valsama ma'am, Ulahanan sir, Kumar sir, Naseem ma'am, ആരാണ് വരുന്നത്? അല്ല സാർ, ഞാന് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. 7 സെക്കൻഡ് അല്ല, ഇൻഹേൽ 4 സെക്കൻഡ് എടുക്കാം. 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 8 സെക്കൻഡ് എക്സെൽ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചു നേരം ചെയ്തു, അത് കഴിഞ്ഞപ്പോഴത്തേനും ടൈഡ് പെട്ടെന്ന് മയങ്ങി ഇടയ്ക്കൊന്നും മയങ്ങി. ഞാനിത് ഇന്ന് ഗ്രൂപ്പിൽ കണ്ടായിരുന്നു, ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു. എനിവേ ഇത് ഇത് സ്ട്രെസ് സാബു സാറിന്റെ രാവിലത്തെ ഒരു ബീത മാസ്റ്ററിൽ ഇതുപോലെ ബോക്സ് ബ്രീത്തിങ് ഉണ്ട്. പക്ഷെ അത് ഫോർ ഈക്വൽ എല്ലാം ഇൻഹേലും എക്സെയിൽ അത് 4 പ്രാവശ്യം ഈക്വലാ. പിന്നെ അടുത്തത് 5 പ്രാവശ്യം. അത് ഈക്വൽ 4. അതായത് ഇൻഹേൽ 4, ഹോൾഡ് 4, അടുത്തത് 5. ഇൻഹേൽ 5, ഹോൾഡ് 5, എക്സേൽ 5, ഹോൾഡ് 5. അങ്ങനെ 8 വരെ ഉണ്ട്. 8 വരെ നമ്മൾ ചെയ്യണം. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ പ്രയാസം തോന്നുന്നുണ്ട്. അത് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര മനക്കെടായിരിക്കും. ഞങ്ങള് 2003-ലാണ് ഫസ്റ്റ് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സ് ചെയ്യുമ്പോ സാറ് വയറ്റില് കൈവെപ്പിച്ചു. വയറുള്ളിലോട്ടാണ് പുറത്തേക്ക് പോണെന്ന്. ബ്രത്ത് എടുക്കുമ്പോ അപ്പൊ കൊറേ പേര് ഉള്ളിലേക്കാണ് ശ്വാസം എടുക്കുമ്പോ പോണത്. ഒരു മൊത്തം സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ നമ്മളെ അത്ര അങ്ങോട്ട് പോയിരുന്നില്ല. അപ്പൊ വയറ്റത്ത് നിർബന്ധപൂർവം കൈ വെച്ചിട്ട് വീർപ്പിച്ചിട്ട് ഹോൾഡ് ചെയ്ത് സാർ ഒരു ദിവസം അതായിരുന്നു പ്രാക്ടീസ്. അത് പിന്നെ ഞാൻ ബ്രത്ത് അവയറാണ്. തന്നെയല്ല അവരെ പ്രാക്ടീസ് 1, 2 തൊട്ടിട്ട് തന്നെ 2, 3, 4, 5 അങ്ങനെ എണ്ണിട്ട് പിന്നെ ഹോൾഡ് ചെയ്യിച്ച് ഇരട്ടി പിടിക്കും. ഭയങ്കര കാമ, ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും നമുക്ക്. വെക്കം അത് നിർത്തുമ്പോ നമുക്ക് സ്ട്രെസ് വരുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. ശീലം ഇടയ്ക്കങ്ങോട്ട് പോകുമ്പോ. ഇപ്പൊ എനിക്കത് കുറച്ച് ശീലം കുറഞ്ഞ കാരണം സാറിന്റെ മെഡിറ്റേഷൻ സ്റ്റാർട്ടിങ് എന്റെ 1, 2, 3 തവണ എവിടെയോ പോയി, പിന്നെ കറക്റ്റായി. കാരണം എനിക്ക് ഇച്ചിരി മടി വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും അറിഞ്ഞ്. പക്ഷെ ഇത് കുറച്ചു കാലം ശീലിച്ചാ പിന്നെ ആവുള്ളൂ ടീച്ചറെ, ശീലിച്ചാവും. അപ്പൊ നല്ലൊരു സെഷൻ സാറ്. എനിക്ക് സാറിന്റെ മെഡിറ്റേഷൻ ആണ് ഇഷ്ടം, ഉള്ളത് പറയണ്ടേ. സാറിന്റെ വോയിസിൽ കേട്ടിട്ട് അങ്ങനെ വല്ലാത്തൊരു സൂത്തനിങ് എനർജിയാ അമ്മാണി മുഴക്കൊക്കെ ആവുമ്പോ. പക്ഷെ ഇതും നല്ലതാണ്, കാരണം കംപ്ലീറ്റ് എടുത്ത നെഗറ്റിവിറ്റി കളയും. മൊത്തം അങ്ങോട്ട് ശ്വാസം മാത്രമായല്ലോ. അപ്പൊ നല്ലൊരു സെഷൻ സാറേ. താങ്ക് യു വെരി മച്ച്. സാബു സാർ. താങ്ക് യു. ദേഷ്യം നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ സാറേ? ദേഷ്യം അതുപോലെ ശ്വാസം എടുക്കുമ്പോഴേ ഞാൻ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം, ഒരു കുപ്പിൽ വെള്ളം വെക്കാറുണ്ട് സാറേ. കാരണം ദേഷ്യം തീരെ വരാതിരിക്കാൻ സർവീസിലിരിക്കുമ്പോ. മീറ്റിംഗ് കഴിയുമ്പോ കരുതിക്കൂട്ടിയാലും പ്രൊവോക്ക് ചെയ്യാൻ നോക്കും. കാരണം നമ്മൾ തീരെ ദേഷ്യം വരില്ലെന്ന് കണ്ട കുറച്ച് വെള്ളം കുടിച്ചിട്ട് സെക്കൻഡ് അവിടെ ഇരിക്കും. ഭയങ്കര ശാന്തം. ഒരു സെക്കൻഡ് കണ്ണടച്ചിരുന്ന നമ്മൾ ഇളകൂല. ആ സൂത്രം എനിക്ക് നല്ല ഇഷ്ടമാണ്. അതേതോ ഒരു സിനിമയില്
അങ്ങനെ ഒരു ടെക്നിക്ക് ദിലീപ്, നമ്മുടെ ഉർവശിയുടെ ചേട്ടത്തി പേരനായിരുന്നു മരിച്ചുപോയ പുള്ളിക്കാരി, ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി കൽപ്പനയ്ക്ക് വെള്ളം കുടിച്ചോളാൻ മരുന്നാന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു അൽകുമാർ സാർ കേൾക്കാമോ? അൽകുമാർ സാർ, രാധാ മാം. കേൾക്കാം സാർ, കേൾക്കാം. എന്തായാലും സെഷൻ പൊതുവെ നല്ലൊരു സെഷനായിരുന്നു. കാരണം ഇതിന്റെ ഗുണങ്ങൾ, ഈ ബ്രീത്തിങ് എക്സസൈസിനുള്ള ഗുണങ്ങൾ സാർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും എൻസൈറ്റി ഇല്ലാത്തവരില്ലല്ലോ, കൂടി വന്നിരിക്കുകയാണ്. അതിനെല്ലാം ഇത് പ്രയോജനപ്പെടുന്ന നല്ല ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ സാറിൻ്റെ ഈ 4, 7, 8 എന്നുള്ള ആ പരിപാടി, അത് എനിക്ക് ആദ്യമേ ഈ PFT ടെസ്റ്റ് ചെയ്തപ്പോൾ 42 രണ്ടാമത് ഈ മെഡിറ്റേഷനും മറ്റുമൊക്കെ ചെയ്തതോടുകൂടി എനിക്കിപ്പം സാധാരണ ഉള്ളവരെക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട്. 82 മേൽ, അത് സാധാരണ ചെയ്തൊരു കുറവാണെന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും ഈ മാതിരി ഈ നമ്മുടെ മെഡിറ്റേഷനും ഈ ബ്രീത്തിങ് എക്സസൈസും ഒക്കെ നമുക്ക് വളരെ നല്ലതാണെന്നും നമ്മുടെ ഓവറോൾ ആരോഗ്യം കൂടുമെന്നും, അങ്ങനെ സാബു സാറോടെ സൂചിപ്പിച്ച പോലെ ആയുസ് കൂട്ടും എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. എനിക്കിത് പറ്റി. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ എക്സ്ഹെയിൽ അത് ചെയ്തിട്ടില്ല. ഞാൻ ഹോൾഡ് വേണമെങ്കിൽ എത്ര വേണം, 10, 25, 30 വരെയൊക്കെ പറ്റുന്നുണ്ട്. ഇൻഹെയിലും അതുപോലെ എക്സ്ഹെയിലാണ് ചില പ്രശ്നം. പണ്ടിത് ആരോഗ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാട്സപ്പിൽ സന്ദേശത്തിലുണ്ടായിരുന്നത്, നമുക്ക് എത്ര പ്രാവശ്യം 1, 2, 3 സാറ് പറഞ്ഞ പോലെ ഈ നമ്പറിൽ എണ്ണി കഴിഞ്ഞാൽ എന്തേരം നേരം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഞാൻ മാക്സിമം നോക്കിയപ്പോൾ 50. ഇത് ഞാൻ ഈ രീതിയിലാണ് ചെക്ക് ചെയ്യണം. എന്തായാലും നല്ല ഗുണമുള്ള ഒരു സെഷനായിരുന്നു. നല്ലൊരു അവയർനെസ് ഉണ്ടായി. ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാബു സാർ, ആൻഡി സാറും. താങ്ക് യു സാർ. താങ്ക് യു സാർ. നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. ഇൻഹെയിൽ ചെയ്യുമ്പം അത്രയും സമയം എടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ അത്ര സമയം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു സർ, നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. നമുക്ക് മെഡിറ്റേഷൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഈ മെഡിറ്റേഷൻ ഇടാം. ഇത് എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഇത് മെഡിറ്റേഷൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ആന്റണി സാർ ഇടും. അതിൻ്റെ അകത്ത് ആരും ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ലിങ്ക് ഇട്ട് തരാം. ഇപ്പോൾ ഉള്ളവര് ആർക്കും കിട്ടാതെ വന്നെങ്കിൽ സാബു സാറിനെ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി സാബു സാറിന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ സാറിനെ അയച്ചു. ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ദെൻ ഉലയൻ സാർ ഉണ്ടോ? അവിടെ പോയി. ഉണ്ട് സർ, കേൾക്കാമോ? കേൾക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രീത്ത് ചെയ്യുന്നത്, ഇൻഹെയിൽ ചെയ്യുന്നതൊന്നും പ്രശ്നമാണ്. പക്ഷെ ഹോൾഡ് ചെയ്ത് ഫുൾ ലെങ്തിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം ഉടനെ എക്സൈൽ ചെയ്യുന്ന ഒരവസ്ഥ, അവിടെ ഒരു സ്വല്പം ബുദ്ധിമുട്ട്. ഹോൾഡ് ചെയ്തിലേക്ക് വരുമ്പോൾ അവിടെ മാത്രമാണ് ഒരല്പം താമസം വരുന്നു, അത് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനെ ഒഴിവാക്കാൻ ഇത് പറ്റുമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും എനിക്കിത് കൂടുതൽ അനുഭവങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാനിത് ക്ലിനിക്കിൽ ഉപയോഗിക്കാറുണ്ട്. എന്നും ഒരു പേഷ്യന്റിന് ഇത് കൊടുത്തു, അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. കാരണം പലരും ഈ ആൻസൈറ്റിയോടുകൂടി വരുന്ന ആളുകൾ ഒന്നും തന്നെ ഇതൊന്നും ഇൻഹെയിലോ എക്സൈലോ, അത് ജീവിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സെക്കൻഡ് ശ്വാസം എടുത്തു വിട്ടു, ബാക്കിയെല്ലാം നെഗറ്റീവ് തോട്ടിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും സാറിന് ഒത്തിരി നന്ദിയുണ്ട്. കുറെ കൂടെ ക്ലാരിറ്റി ഇന്നത്തെ ക്ലാസ്സിലൂടെ കുറേയേറെ ക്ലാരിറ്റി കിട്ടി. സാറെല്ലാം കൃത്യമായിട്ട് ഓരോന്നും എടുത്തെടുത്ത് ആ പാരാസിമ്പതറ്റിക്കിന്റെയും സിമ്പതറ്റിക്കിന്റെയും കഥകളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ കൂടെ ബോധ്യമാവുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് സാർ ചെയ്തത്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് താങ്ക് യു വെരി മച്ച് ആന്റണി സാർ.
ഒരിക്കൽ കൂടി. പ്രത്യേകിച്ച് ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. നമ്മളുടെ ഇൻകേപ്പബിലിറ്റീസ് എല്ലാം കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. സൂക്ഷിക്കുക. സോ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ പാർട്ട് നോക്കാം. ഉഷമം പോയല്ലേ? ഓക്കെ. So, okay. Thank you, sir. Thank you, Andy, sir. Once again. Okay, then. Have a nice evening and good night to you all. Thank you, sir. Bye-bye. Thank you, Bye. sir. Bye.